സ്വാർത്ഥത, അധികാരാസക്തിയൊക്കെ സാംക്രമിക രോഗമാണോ? മനുഷ്യർ കൂട്ടം കൂടി ജീവിക്കുമ്പോൾ കൂട്ടത്തിൽ സാമർഥ്യവും നേതൃത്വ പാടവവും ഉള്ളവരെ തിരഞ്ഞെടുത്ത് നേതാക്കളാക്കാൻ തുടങ്ങി. അയാൾ മരിക്കുമ്പോഴോ തളരുമ്പോഴോ അടുത്ത മിടുക്കനെ തിരഞ്ഞെടുത്തു. ഈ ഗുണങ്ങൾ പാരമ്പര്യമായി കിട്ടിയേക്കാമെന്ന അനുമാനത്തിൽ പലപ്പോഴും ഇവരുടെ മക്കളെ തന്നെ തിരഞ്ഞെടുത്തു. പതുക്കെ ഇത് ശീലമായി, പിന്നീട് സ്ഥിരമായി, സന്തതി പരമ്പരയുടെ അവകാശം പോലെയായി. അങ്ങനെ വ്യവസ്ഥാപിതമായ രാജവംശങ്ങൾ ഉയർന്നിരിക്കാം എന്ന അനുമാനം. ഇന്നത്തെ ജനാധിപത്യത്തിൽ നമുക്ക് 5 വർഷത്തിലൊരിക്കൽ ആൾക്കാരെ മാറ്റി തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. പണ്ടത്തെ ഈജിപ്തിൽ രാജാവ് ദൈവത്തിന്റെ പ്രതിരൂപമാണെങ്കിൽ കൂടി 30 വർഷം ഭരണം കഴിഞ്ഞാൽ താൻ ഇന്നും ഭരിക്കാൻ പ്രാപ്തനാണെന്ന് തെളിയിക്കേണ്ടിയിരുന്നു. ഒരിക്കലല്ല, എല്ലാ 3-4 വർഷം കൂടുമ്പോൾ. ജനങ്ങളുടെ വിശ്വാസ്യത ഊട്ടി ഉറപ്പിക്കാനാണിത്. ഇതിനായി അഭ്യാസം, കാളപ്പോര്, ശക്തി പ്രകടനങ്ങൾ ഒക്കെ നടന്നിരുന്നു. ശേഷം 320 BC-യിൽ അലക്സാണ്ടർ ഈജിപ്റ്റ് കൈയടക്കിയതിന് ശേഷം മരിക്കുമ്പോൾ കീഴ്പ്പെടുത്തിയ സാമ്രാജ്യം തന്റെ ജനറൽമാർക്കിടയിൽ വീതിച്ചെടുക്കുന്നു. അങ്ങനെ മാസഡോണിയക്കാരൻ ടോളമി ഈജിപ്റ്റ് ഭരിക്കാൻ തുടങ്ങുന്നു. പ്രജകളുടെ പ്രീതിക്കായി അന്നത്തെ ഈജിപ്ഷ്യൻ രീതികളും പാരമ്പര്യങ്ങളും അദ്ദേഹം സ്വീകരിക്കുന്നു, ഇൻസെസ്റ്റ് ഉൾപ്പെടെ. അന്ന് രാജ്യാധികാരം കുടുംബത്തിൽ തന്നെ നിലനിൽക്കാനായി സഹോദരങ്ങളെ വിവാഹം ചെയ്യുന്ന രീതി ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്നു. ഇതിന്റെ എല്ലാ ദൂഷ്യവശങ്ങളും സഹിച്ചുകൊണ്ട് തന്നെ. ഉദാഹരണത്തിന്, തുതഖാമുന്റെ മമ്മിയിൽ കാണാവുന്ന ക്ലബ് ഫുട്ട് ഉൾപ്പെടെയുള്ള ജനിതക രോഗങ്ങൾ സ്ഥിരമായിരുന്നു. ടോളമി 15 തലമുറകളോളം ഭരിച്ച് നമ്മൾക്ക് പരിചിതയായ ക്ലിയോപാട്രയുടെ മകൻ സിസേറിയനിൽ വന്ന് നിൽക്കുമ്പോഴും ആ കുടുംബത്തിൽ ഈജിപ്ഷ്യൻ ഭാഷ ആദ്യമായി പഠിക്കുന്നത് ക്ലിയോപാട്രയാണ്. ഈജിപ്ഷ്യൻ വേഷവിധാനം, മതം, ആചാരാനുഷ്ഠാനം ഒക്കെ സ്വീകരിച്ചെങ്കിലും ഭാഷ പഠിക്കാൻ മാത്രം അവർ മെനക്കെട്ടില്ല. ഇത് ഭരണസംബന്ധമായ ഡോക്യുമെന്റ്സിലൊക്കെ വരുത്തുന്ന മാറ്റം ചെറുതല്ല. ഈ രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണിക്കുന്ന പ്രഹസനങ്ങളുമായി ഇതിനൊരു വിദൂര സാദൃശ്യം തോന്നുന്നില്ലേ?